ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. IPL 2025 മെഗാ ഓപ്ഷന് മുന്നോടിയായിട്ടുള്ള പ്ലെയർ റിട്ടൻഷൻ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന IPL ഗവേണിംഗ് ബോഡിയുടെ ഒഫീഷ്യൽ മീറ്റിംഗിന് ശേഷമാണ് ഇപ്പോൾ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സോ IPL 2025 to 2027 വരെയുള്ള പ്ലെയർ റെഗുലേഷൻസ് എന്ന തലക്കെട്ടിലാണ് ഇപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ഒഫീഷ്യലായി IPL ഗവേണിംഗ് ബോഡി അനൗൺസ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായും 7 പോയിൻറ്റുകൾ അല്ലെങ്കിൽ 7 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്ലെയർ ഓപ്ഷനാണ് അടുത്ത IPL സീസണിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് IPL 2025 മുതൽ 2027 വരെയുള്ള പ്ലെയർ റെഗുലേഷൻസ്? വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾ കൊണ്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. പ്രധാനമായും 7 പോയിൻറ്റുകൾ അല്ലെങ്കിൽ 7 നീക്കങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഒന്നാമത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കീ പോയിൻ്റ് എന്ന് പറയുന്നത് പ്ലെയർ റിട്ടൻഷൻ തന്നെയാണ്. അപ്പോൾ അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് 6 റിട്ടൻഷനാണ് ഒരു ടീമിന് അനൗൺസ് അല്ലെങ്കിൽ അലോട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഡയറക്റ്റ് റിട്ടൻഷന് പുറമെ RTM കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് 6 റിട്ടൻഷൻ ഒരു ടീമിന് ഇപ്പോൾ അലോട്ട് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഒരു ഫ്രാഞ്ചൈസി ഡയറക്റ്റ് റിട്ടൻഷൻ പ്രകാരം 3 താരങ്ങളെ റേറ്റെയിൻ ചെയ്തു. അവർക്ക് ഓപ്ഷനിൽ അങ്ങനെയാണെങ്കിൽ 3 RTM യൂസ് ചെയ്യാൻ മാക്സിമം 6 റിട്ടൻഷനാണ് ഒരു ഫ്രാഞ്ചൈസിക്ക് ഇപ്പോൾ അലോട്ട് ചെയ്തിട്ടുള്ളത്. ഈ 6 റിട്ടൻഷന് തന്നെ മാക്സിമം 5 ക്യാപ്ഡ് പ്ലെയേഴ്സും അതോടൊപ്പം തന്നെ മാക്സിമം ഓഫ് 2 അൺക്യാപ്ഡ് പ്ലെയേഴ്സിനും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. 6 ആയിരിക്കും മാക്സിമം റിട്ടൻഷൻ. അതോടൊപ്പം തന്നെ ഈ 5 ക്യാപ്ഡ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ താരങ്ങളുടെയും അതോടൊപ്പം തന്നെ ഫോറിൻ താരങ്ങളുടെയും കോംബോ അനുസരിച്ചായിരിക്കും. അതോടൊപ്പം തന്നെ ഓപ്ഷൻ പൾസും കൂട്ടിയിട്ടുണ്ട്. 120 കോടി രൂപയാണ് IPL 2025 ഓപ്ഷൻ പൾസായി വന്നിട്ടുള്ളത്. ടോട്ടൽ സാലറി ക്യാപ്പും ഓപ്ഷൻ പൾസും അതോടൊപ്പം തന്നെ പെർഫോമൻസ് പേയും അതോടൊപ്പം തന്നെ പുതിയ IPL കൊണ്ടുവന്നിട്ടുള്ള കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായി BCC അനൗൺസ് ചെയ്ത മാച്ച് ഫീ സിസ്റ്റം എല്ലാം കൂടെ കൂട്ടുമ്പോൾ 146 കോടി രൂപയായിരിക്കും IPL 2025 ആ ഒരു ടോട്ടൽ ടീമുകൾക്ക് വിനിയോഗിക്കാവുന്ന തുക. അത് കാലക്രമേണ കൂടും. 2025 നേരത്തെ പറഞ്ഞ 2025 മുതൽ 2027 വരെയുള്ള IPL പ്ലെയർ റെഗുലേഷൻ എന്ന രീതിയിലാണ് ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ 2025 146 കോടി രൂപയാണെങ്കിൽ 2026 അത് കൂടി 151 കോടി രൂപയും 2027 എത്തുമ്പോഴേക്കും അത് 157 കോടി രൂപയാകുമെന്നും ഇപ്പോൾ IPL ഗവേണിംഗ് ബോഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാച്ച് ഫീ സിസ്റ്റമാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് BCC സെക്രട്ടറി ജയ്ഷ നടത്തിയത്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുമുണ്ടായിരുന്നു. മാച്ച് ഫീ സിസ്റ്റം, അതായത് ഒരു പ്ലെയർക്ക് ഒരു മാച്ചിൽ 7.5 ലക്ഷം രൂപ, ഇമ്പാക്ട് പ്ലെയർ ഉൾപ്പെടെ ആ ഒരു മത്സരം കളിക്കുന്ന ടീമിലെ എല്ലാ കളിക്കാർക്കും 7.5 ലക്ഷം രൂപ മാച്ച് ഫീ ലഭിക്കും. അതോടൊപ്പം തന്നെ ആ ഒരു ലീഗ് മുഴുവനായും ഒരു പ്ലെയർ കളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തൻ്റെ കോൺട്രാക്റ്റ് എമൗണ്ടിൽ നിന്നും അധികമായി 1.5 കോടി രൂപയും ആ ഒരു ടീം ഫീ ആയി നൽകേണ്ടതുണ്ട്. അടുത്ത 4ാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഓവർസീസ് ബാനാണ്. നമുക്കറിയാം, ഒരു വിദേശ താരം IPL ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്തു. അദ്ദേഹത്തിന് ആ ഒരു പിന്നീട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു ഫ്രാഞ്ചൈസി അദ്ദേഹത്തെ ടീമിൽ എത്തിച്ചതിന് ശേഷം അദ്ദേഹം ആ ഒരു ലീഗിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അദ്ദേഹത്തിന് 2 വർഷത്തേക്ക് IPL ഓപ്ഷനിലേക്കും അതോടൊപ്പം തന്നെ ലീഗിലേക്കും കളിക്കാൻ സാധിക്കില്ല. 2 ഇയർ ബാൻ ആയിരിക്കും ആ ഒരു ഫോറിൻ പ്ലെയർക്ക് വരാൻ പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഓവർസീസ് പ്ലെയർ മസ്റ്റ് രജിസ്റ്റർ ഫോർ ദ ബിഗ് ഓപ്ഷൻ ഓർ ദേ വിൽ ബി ഇൻഎലിജിബിൾ ഫോർ ദ ഫോളോയിങ് ഇയർ. ഓവർസീസ് പ്ലെയറെ മസ്റ്റായിട്ടും IPL ബിഗ് ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്യണം. ഇല്ല എങ്കിൽ അവർക്ക് അടുത്ത വർഷം നടക്കാൻ പോകുന്ന, അതായത് മാറി മാറി വരുന്ന പ്ലെയർ ഓപ്ഷനുകളിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ക്യാപ്ഡ് ഇന്ത്യൻ പ്ലെയേഴ്സ് ക്യാൻ ബിക്കം അൺക്യാപ്ഡ്. നമുക്കറിയാം, CSKയുടെ ഒരു റിട്ടൻഷൻ പ്രകാരം അവർ BCCയോട് ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം 5 വർഷം, അതായത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും 5 വർഷമായി വിരമിച്ച ഒരു പ്ലെയറെ അൺക്യാപ്ഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്ന രീതിയിൽ ഒരു നിർദ്ദേശം CSK നേരത്തെ MS ധോണിയെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി BCCയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു റൂൾ തന്നെയാണ് ഇതിൽ 6ാമത്തെ റൂളായി പറയുന്നത്. 5 വർഷത്തിലധികമായി ഒരു അന്താരാഷ്ട്ര മത്സരം കളിക്കാത്തൊരു പ്ലെയർ അദ്ദേഹത്തെ അൺക്യാപ്ഡ് പ്ലെയറായി കൂട്ടും. അതോടൊപ്പം തന്നെ ഇമ്പാക്ട് പ്ലെയർ റൂൾ കണ്ടിന്യൂസ് ഫോർ ദ 2025 to 27 സൈക്കിൾ. അതായത് 2025 മുതൽ 2027 വരെയുള്ള IPL ഇമ്പാക്ട് പ്ലെയർ റൂൾ തുടരുന്നതായിരിക്കും. സോ ഇതാണ് IPL ഗവേണിംഗ് ബോഡി ഒഫീഷ്യലി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ള 2025 to 2027 വരെയുള്ള IPL പ്ലെയർ റെഗുലേഷൻസ്. RTM മാക്സിമം 6 പ്ലെയേഴ്സിനായിരിക്കും ഒരു ഫ്രാഞ്ചൈസിക്ക് RTM ഉൾപ്പെടെ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓപ്ഷൻ പൾസ് 120 കോടി രൂപയായിരിക്കും. അത് സാലറി ക്യാപ്പും
മാച്ച് ഫീയും എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ അത് 146 കോടി രൂപയും 2026 IPL വരുമ്പോൾ 151 കോടി രൂപ 2027 വരുമ്പോൾ 157 കോടി രൂപയുമായി ഉയരും. അതോടൊപ്പം തന്നെ മാച്ച് ഫീ സിസ്റ്റം പുതുതായിട്ട് വരുന്നുണ്ട്. ഓവർസീസ് പ്ലെയർ IPL ഓപ്ഷനിൽ മസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഒരു വിദേശ കളിക്കാർ അല്ലെങ്കിൽ ഒരു താരം IPL ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നീട് പിന്മാറുകയാണെങ്കിൽ അദ്ദേഹത്തിന് 2 വർഷത്തേക്ക് ബാൻ വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ക്യാപ്ഡ് ഇന്ത്യൻ പ്ലെയർ അൺക്യാപ്ഡ് പ്ലെയർ ആവുന്നുണ്ട്. ആ ഒരു റൂളും ഇമ്പാക്ട് പ്ലെയർ റൂള് 2027 വരെ തുടരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.